ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഉപ്പിലിട്ട മാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഈ മാങ്ങ ഭയങ്കര പാടാണ് വെട്ടാൻ, കുറച്ച് കട്ടിയുള്ള തൊലിയായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ വെട്ടി. അത് ഞാൻ ഇതെല്ലാം കൂടി ഇത്തിരി ഉപ്പ് ഇട്ട് വെച്ചു. അപ്പം ഉപ്പൊക്കെ ഒന്ന് പിടിക്കുമല്ലോ, അപ്പോൾ കുറച്ച് എന്താ പറയുക, 3-4 ദിവസം വെച്ചാൽ മതി, നല്ല രീതിയിൽ ഉപ്പിലിട്ട മാങ്ങ സെറ്റാവും. പിന്നെ ഞാൻ മുളക് അരിയാണ്. മുളക് ഞാനിപ്പം 3 എടുത്തിട്ടുള്ളൂ, പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടി എടുക്കുവേ. 1-2 കൂടി എടുക്കും, കാരണം എരി കുറച്ചുണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ 2 ഇങ്ങനെ വെട്ടിയിടുകയാണ്, കാരണം വെട്ടിയിടുന്നതിൻ്റെ സ്റ്റൈൽ വേറെ ആണല്ലോ, ഭംഗിയാണ് വെട്ടിയിടുന്നതാണ്. അപ്പോൾ ഞാൻ ചുമന്ന മുളകും പച്ചമുളകും കൂടി ഇങ്ങനെ വെട്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ഒരു മുളക് ഞാൻ ഇങ്ങനെ അരച്ചു കേട്ടോ, ഇങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ ചതച്ചെടുത്ത്. അപ്പോൾ എരി കുറച്ചുകൂടി പിടിക്കും പെട്ടെന്ന് ചതഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും അരയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു പാത്രം എടുത്തു, ഗ്ലാസ് ബൗളാണ് എടുത്തത്, ഗ്ലാസ് പാത്രമാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്തതും എടുക്കാം. പിന്നെ ഞാൻ ആ അരച്ചത് ഒഴിച്ചു കൊടുത്തു. പിന്നെ മറ്റേ മുളകും ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ ചൂടുവെള്ളമാണ്, ചെറു ചൂട് മതി, പക്ഷേ എൻ്റെ ചൂടിത്തിരി കൂടിപ്പോയി. പിന്നെ ആ പിടിച്ച മാങ്ങ എടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഉപ്പ് മാത്രം ഇട്ട് പിന്നെ ഞാൻ അതെടുത്തിട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തു. കുറേ മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ ഇതങ്ങോട്ട് കയറുന്നില്ല. അവസാനം ഞാനിത് കുത്തിയൊക്കെ കയറ്റി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളം ഒഴിച്ച് കല്ലുപ്പ് ഇട്ട് വിനാഗിരി ഇട്ട് പിന്നെ ഇത്തിരിയും കൂടി മുളക് അരച്ച് ചേർത്ത് അടച്ചു വെച്ചു. അപ്പം അത്രേ ഉള്ളൂ.